പാലം കൊണ്ട് എന്താ വെച്ചാൽ വീതി കുറവാണ്. 3 ലൈനായിട്ട് വണ്ടി വന്ന് ഒറ്റ ലൈനായിട്ടാണ് വണ്ടി പാലത്തിൽ കയറുന്നത്. അപ്പോൾ അവിടെ ബ്ലോക്കാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ റെയിൽവേക്കാരെ അനുമതി വാങ്ങിയിട്ട് ഒരു വണ്ടികൾ അപ്പുറത്തുകൂടെ വിടാൻ പറ്റുമോ നോക്കുക. ഇത് പരിഹാരം ഉണ്ടാക്കണം. റെയിൽവേ താഴത്ത് കൂടെ ഉള്ള പാലം തുറക്കുക. മാസക്കണക്കിനായിട്ട് ഇവിടെ ബ്ലോക്ക് തന്നെ. ഈ സ്കൂൾ തുറന്നതിന് ശേഷം പിന്നെ ബ്ലോക്ക് ഇവിടുന്ന് തീർന്നിട്ടില്ല. ആ ബ്ലോക്കുള്ള സ്ഥലമല്ലെങ്കിൽ കാരണം പുറത്തൊക്കെ നമ്മൾ ഫേമസ് ആയി. ഈ പാലം ഇങ്ങനെയുള്ളിടത്തോളം കാലം പ്രതിവിധിയൊന്നുമില്ല. എന്ത് പ്രതിവിധിയുള്ളത്? ഞങ്ങളത് എനിക്ക് 63 വയസ്സായി. ഇനി അത് മരിക്കുന്നതിൻ്റെ ഉള്ളിലൊന്നും ഒരു ബൈപ്പാസ് അവിടെ വരുന്നെന്ന് നമുക്ക് പ്രതീക്ഷ. ഈ വളാഞ്ചി റോഡ് നല്ല തടുക്കുന്നുണ്ട്. അതായത് 10-15 മിനിറ്റോളം പോലും നല്ല തടുക്കാണ്. ഈ ബൈപ്പാസ് വൈലോങ്ങര പിന്നെ ഒരടമ്പാലം ബൈപ്പാസ് വന്നാൽ ഇതിന് ഏറെക്കുറെ ഒരു പരിഹാരം എന്നുള്ളത് ആവും. സ്കൂൾ കട്ടാവണേ ഉള്ളൂ, സ്റ്റാൻഡ് കിട്ടൂല. ഇന്നലെ ഇപ്പോൾ 2 ട്രിപ്പാണ് സ്റ്റാൻഡ് കിട്ടാതെ പോകുന്നത്. ഇത് ഏതായാലും അനുഭവിക്കാനുള്ള അങ്ങനെ അനുഭവിച്ചതല്ല എന്താ. ഇതിനിപ്പോ പിന്നെ ബൈപ്പാസ് വരെ അല്ലാതെ ഒരു നിവൃത്തിയില്ല. അത് പോയിട്ടില്ലെങ്കിൽ പാർട്ടിക്കാർ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഫൈന് വരാണ്. വൈകുന്നേരം വരെ ഓടിയാൽ നമുക്ക് ഒന്നും കിട്ടില്ല. ഇത് പരിഹാരത്തിന് ഇപ്പം ഞങ്ങൾ നോക്കിയിട്ട് ഒരു പരിഹാരം കാണില്ല. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. കുരുക്കിൽ കിടന്ന ശ്വാസം വിലങ്ങുന്ന അങ്ങാടിപ്പുറവും പെരിന്തൽമണ്ണയും. മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത കുരുക്കിൽപ്പെട്ട് വാഹനങ്ങളുടെ കിലോമീറ്ററുകളോളം നീളുന്ന നിര. സർവീസ് നടത്താൻ കഴിയാതെ ബസ് ജീവനക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും. 2 നഗരങ്ങളിലെ ജനജീവിതം അപ്പാടെ സ്തംഭിച്ചിട്ടും അനങ്ങാപ്പാറകളായ ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. പക്ഷേ വീണ്ടും വീണ്ടും പറയിപ്പിക്കുകയാണ്. ഈ തീരാ കുരുക്കിനൊരു പരിഹാരമുണ്ടായേ തീരൂ. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക ഇനി ജനം പറയട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 100% പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. ഈ ബ്ലോക്ക് ഒന്നുകിൽ നിങ്ങൾ മേൽപ്പാലം വീതി കൂട്ടുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ റെയിൽവേക്കാരെ അനുമതി വാങ്ങിയിട്ട് ഒരു വണ്ടികൾ അപ്പുറത്തുകൂടെ വിടാൻ പറ്റുമോ നോക്കുക. അല്ലാതെ ഇത് തീരൂലേ. കമ്പനിക്കാർ വണ്ടികൾ ഇറക്കണില്ല. നിങ്ങൾ ഇന്ന് 10 ഇറക്കിയാൽ നാളെ 15 ഇറക്കി. വണ്ടികൾ പെരുക്കണ റോഡില്ലല്ലോ. ബ്ലോക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബ്ലോക്കാണ്. അതായത് നമുക്കൊക്കെ ഇവിടെ ഈ വളാഞ്ചി റോഡ് നല്ല തടുക്കുന്നുണ്ട്. അതായത് 10-15 മിനിറ്റോളം പോലും നല്ല തടുക്കാണ്. പിന്നെ മലപ്പുറം റോഡ് 2 മിനിറ്റ് 3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു വണ്ടി വിടുന്നുണ്ട്. ഇത് 15-20 മിനിറ്റാണ് ഒരു തടുക്കുന്നത്. അത് ഹോസ്പിറ്റൽ കേസിലുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇതിനിപ്പോൾ പിന്നെ ബൈപ്പാസ് വരെ അല്ലാതെ ഒരു നിവൃത്തിയില്ല. ബൈപ്പാസ് പറഞ്ഞാലിപ്പോൾ വരേണ്ടി വേണം. അതിലിപ്പോൾ ഒരു നടപടി ഇല്ലല്ലോ ഇപ്പോഴും. അതുപോലെ അവിടെ തറക്കല്ലിട്ടുക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു ഇതുമില്ല, തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. സാധാരണ ദിനം ഓടുന്ന ആൾ തന്നെയാണ്. ഡെയിലി ബ്ലോക്ക് കാണാറുണ്ട്. പാലത്തിൻ്റെ അവിടെയാണ് വലിയ ബുദ്ധിമുട്ട്. ഈ പാലം ഇങ്ങനെയുള്ളിടത്തോളം കാലം പ്രതിവിധിയൊന്നുമില്ല. എന്ത് പ്രതിവിധിയുള്ളത്? അത്രയേ ഉള്ളൂ. ഇതായിട്ട് ആളുകൾ പറയണത് എന്താ അറിയും? ആ ബ്ലോക്കുള്ള സ്ഥലമല്ലെങ്കിൽ കാരണം പുറത്തൊക്കെ നമ്മൾ ഫേമസ് ആയി. ഇതിന് പരിഹാരം രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് നമ്മളൊരു പരിപാടി തുടങ്ങുമ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ ഈ 10 വർഷം കൊണ്ട് വണ്ടികൾ അത്രയും കൂടുകയാണ്. ഇപ്പോൾ ഈ അങ്ങാടിപ്പുറം മുതൽ ഏകദേശം രാമപുരം വരെ കാണുന്ന കംപ്ലീറ്റ് ഷോറൂമിലെ വണ്ടികളും ഒരു വണ്ടി ഇപ്പോൾ ബുക്ക് ചെയ്താൽ കിട്ടൂല. ഒരു മാസമൊക്കെ എടുക്കുന്നുണ്ട് നല്ല വണ്ടികൾ. അപ്പോൾ ഇതൊക്കെ നിരത്തിലിറങ്ങുമ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു മുൻകരുതൽ എന്നുള്ള നിലക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇപ്പോൾ ഇത് ഉപകാരമില്ല. ഈ പാലം കൊണ്ട് എന്താ വെച്ചാൽ വീതി കുറവാണ്. 3 ലൈനായിട്ട് വണ്ടി വന്ന് ഒറ്റ ലൈനായിട്ടാണ് വണ്ടി പാലത്തിൽ കയറുന്നത്. അപ്പോൾ അവിടെ ബ്ലോക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ബസ് ഓട്ടം നിർത്താൻ പോകുമ്പോൾ ഇന്നത്തെ ന്യൂസിലുണ്ട് ബസ്സുകൾ സർവീസ് നിർത്തുകയാണ്. കാരണം ഈ വഴിക്കൊന്നും പോകുന്ന ബസ്സുകൾക്ക് ടൈമിനെത്താൻ കഴിയില്ല. ഇതുപോലെ ആളുകൾക്ക് തന്നെ ഇപ്പോൾ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ട കുട്ടികളുണ്ടാവും, എമർജൻസി ഡോക്ടറെ കണ്ട ആളുകളുണ്ട്, അവർക്കൊന്നും ഒന്നിനും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടുള്ളൊരു ആസൂത്രണം ചെയ്തിട്ടേ പാലം വരാൻ പാടും. ഈ ബൈപ്പാസ് വൈലോങ്ങര പിന്നെ ഒരടമ്പാലം ബൈപ്പാസ് വന്നാൽ ഇതിന് ഏറെക്കുറെ ഒരു പരിഹാരം എന്നുള്ളത് ആവും. ഇപ്പോൾ ഇവിടെ വൈലോങ്ങര വരെ ബ്ലോക്കാണ്. വണ്ടികളൊന്നും ഇതേ പോകുന്നില്ല. അപ്പോൾ 1 മണിക്ക് വർക്കിന് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഇനി 2 മണിക്ക് വർക്കിന് കയറണം. ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബ്ലോക്കല്ലേ കാണണ്ടല്ലോ. മാസക്കണക്കിനായിട്ട് ഇവിടെ ബ്ലോക്ക് തന്നെ. ഈ സ്കൂൾ തുറന്നതിന് ശേഷം പിന്നെ ബ്ലോക്ക് ഇവിടുന്ന് തീർന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് പെരുന്നാൾക്ക് ട്രിപ്പ് എടുക്കാൻ കഴിയുന്നില്ല. അത് പോയിട്ടില്ലെങ്കിൽ പാർട്ടിക്കാർ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഫൈന് വരാണ്. 500 രൂപ ഫൈന് വരുന്നുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഓടാൻ കഴിയില്ല. ഒരു ദിവസം 2-3 ട്രിപ്പ് എടുക്കും. അത്ര തന്നെ പറ്റുള്ളൂ. ചിലവ് കഴിയില്ല. ഞങ്ങൾക്കുണ്ട് കുട്ടികളും മക്കളും. നമുക്ക് ഇത് ഓടിയിട്ട് വേണം കിട്ടാൻ. രാവിലെ 8:30 മണിക്ക് തുടങ്ങുന്നത്. 8 മണിക്ക് തുടങ്ങിയ വൈകുന്നേരം 6 മണിക്കുള്ള ജാലി വരെ അത് ബ്ലോക്കാണ്. 6:10 എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് വൈകുന്നേരം ഇവിടുന്ന് പോകുന്നത് 6:45 ഇന്നലൊക്കെ. ട്രിപ്പുകൾ കട്ടാവണേ ഉള്ളൂ, സ്റ്റാൻഡ് കിട്ടൂല. ഇന്നലെ ഇപ്പോൾ 2 ട്രിപ്പാണ് സ്റ്റാൻഡ് കിട്ടാതെ പോകുന്നത്. സ്റ്റാൻഡിൽ നിന്ന് ആളെ കയറ്റാതെ ഇവിടെ നമ്മളെ ഗേറ്റിൻ്റെ അവിടെ തിരിച്ചാണ് പോകുന്നത്. ഇത് ഏതായാലും അനുഭവിക്കാനുള്ള അങ്ങനെ അനുഭവിച്ചതല്ല എന്താ.
തിരിച്ചാൽ നാട്ടിലായിക്കൂല, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്റ്റാൻഡിൽ കൊണ്ട് ട്രിപ്പ് ഇട്ടായിട്ട് അവിടെ വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. യാത്രക്കാരായിക്കൂല അവിടെ പോയി തിരിച്ചാൽ അങ്ങനെ പെരുന്നാളുള്ള ആൾക്കാരൊക്കെ പല ബുദ്ധിമുട്ടാണ്. വൈകുന്നേരം വരെ ഓടിയാൽ നമുക്ക് ഒന്നും കിട്ടില്ല. ഇത് ഈ പരിഹാരത്തിന് ഇപ്പം ഞങ്ങൾ നോക്കിയിട്ട് ഒരു പരിഹാരം കാണുന്നില്ല, ഗവൺമെൻറ് നോക്കിയിട്ട് ഒരു പരിഹാരം കാണുന്നില്ല. ഇത് പരിഹാരം ഉണ്ടാക്കണം. റെയിൽവേ താഴത്ത് കൂടെയുള്ള പാലം തുറക്കുക. അതിന് ആദ്യം ഒരു ഓപ്ഷൻ വെച്ചിരുന്നു, 15 ലക്ഷം റുപ്യ എന്തോ പഞ്ചായത്ത് കെട്ടിവെച്ചാൽ ഒരാളെ നിർത്തിക്കൊണ്ട് ചെറുവണ്ടികൾ 4 വീൽ വണ്ടികൾ വിടാനുള്ളൊരു സൗകര്യം ചെയ്യാം. അത് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ സൗകര്യമാണ്. ചെറുവണ്ടികൾ 4 വീൽ വണ്ടിയിൽ 407 വണ്ടി വരെ അതിൽ പോകും. അപ്പോൾ ഈ വലിയ വണ്ടി മാത്രം അല്ലാതെ ഈ പാലം വികസിച്ചിട്ടോ, ഒരു മേൽപ്പാലം ഇനി വേറൊരു മേൽപ്പാലം വന്നിട്ടോ, ബൈപ്പാസ് വന്നിട്ടോ ഈ നാട്ടുകാരെ പരിഹാരം നടക്കില്ല. പിന്നെ കാറുകളുടെ കൂമ്പാരാണ്. ഓട്ടോറിക്ഷയ്ക്ക് മോട്ടോർ സൈക്കിൾ ഞങ്ങളിപ്പോൾ ഒരു 30 റുപ്യ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ അവിടെ ഡിവൈഡർ വെച്ചിട്ടുണ്ട്. ഈ 30 റുപ്യ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയും ഞങ്ങൾ രണ്ടാമത് ഇവിടെ സ്റ്റാൻഡിലെത്താം. വൈകുന്നേരം ആകുമ്പോഴേക്കും 100, 300, 350 റുപ്യക്കാണ് ഞങ്ങൾ ഓടുന്നത്. കുറികളുണ്ട്, ലോണുകളുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വയസ്സായ ആൾക്കാർ ഗുളിക മരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഓട്ടോറിക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഉടനടി ഒരു പരിഹാരം ഞങ്ങൾ കാണുന്ന പരിഹാരം തന്നെ താഴെപ്പാലം തുറക്കുക. അതിന് നടപടി പഞ്ചായത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ബന്ധപ്പെട്ട് ചെയ്യണം. പാർട്ടിക്കാരൊന്നും പറയില്ല. പാർട്ടിക്കാർ പണ്ട് UDF പാലം ഉദ്ഘാടനം ചെയ്യുന്നപ്പോൾ LDF എതിരായിരുന്നു. പിന്നെ LDF അതിന് മെനക്കെട്ടോ 10 കോടി എന്തോ പിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ UDF എതിരായി. ഈ രാഷ്ട്രീയം കളിക്കാൻ അതിലൊന്നും ഇപ്പോൾ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഏത് രാഷ്ട്രീയം കളി ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയം ഞങ്ങളിവിടെ CIT യൂണിയൻ്റെ ആൾക്കാരാണ്. ഞങ്ങൾ അവരോട് പറയുന്നുണ്ട്. അവരിപ്പോൾ എന്താ ചെയ്യുക? അവരിപ്പോൾ ഗവൺമെൻറ് തലത്തിലെ കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകണ്ടേ? അതുകൊണ്ട് ഇതൊരു പരിഹാരം കാണുന്നത് താഴെപ്പാലം തുറക്കുക. അതിനുള്ള പരിഹാരം പഞ്ചായത്തും ഗവൺമെൻറ്റും കൂടി ഒരു ലിങ്കായിട്ട് ചെയ്തിട്ട് അതിനൊരു പരിഹാരം കാണുക. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.